ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഹബീബ സജീർ, ലൈഫ് കോച്ചാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ട്രൂ ലവിനെ കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴും ഒരാളെക്കുറിച്ച് അധികം ഓർക്കാറുണ്ടോ? ഫോൺ എടുത്ത് അവരുടെ പേര് നോക്കാറുണ്ടോ? ഓൺലൈനിലുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ടോ? മെസ്സേജ് വരാതെ ഇരിക്കുമ്പോൾ ഉള്ളിലൊരു ഭാരം തോന്നാറുണ്ടോ? അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഇത് പ്രണയമാണെന്ന്. പക്ഷെ ഒരു നിമിഷം നിർത്തിയൊന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് പ്രണയമല്ല, പിടിച്ചു നിൽക്കുന്ന ഒരു ആശ്രയം മാത്രമാണ്. അവൻ അല്ലെങ്കിൽ അവൾ ഇല്ലെങ്കിൽ ശാന്തിയില്ല. അവൾ മറുപടി കൊടുക്കാതെ ഇരുന്നാൽ അല്ലെങ്കിൽ നമുക്ക് മറുപടി നൽകാതെ ഇരുന്നാൽ അസ്വസ്ഥത. അവൻ മറ്റാരോടെങ്കിലും സംസാരിച്ചാൽ അസൂയ. അവൾ ബിസിയാണെങ്കിൽ ഇൻസെക്യൂരിറ്റി. ഇത് എന്തിൻ്റെ ലക്ഷണമാണെന്നറിയാമോ? ഇത് സ്നേഹത്തിൻ്റെ ശക്തിയല്ല, ഇത് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. അവൻ പോകുമോ? അവൾ മാറുമോ? ഞാൻ ഒറ്റയ്ക്കാകുമോ? ഈ ഭയമാണ് പലപ്പോഴും നമ്മളെ ഇത് പ്രണയമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്. പിടിച്ചു നിൽക്കുന്ന ബന്ധം പറയുന്നു, നീ ഇല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല എന്ന്. എന്നാൽ യഥാർത്ഥ പ്രണയം എന്താണെന്ന് നോക്കാം. യഥാർത്ഥ പ്രണയം അല്പം നിശബ്ദമാണ്, അത് ശാന്തമാണ്, അത് മറ്റുള്ളവരെ മാനിക്കുന്നു, അത് സ്വാതന്ത്ര്യം നൽകുന്നു. യഥാർത്ഥ പ്രണയം പറയുന്നത്, നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ സന്തോഷം, പക്ഷേ നീ സ്വതന്ത്രനായ ഒരാളാണ്. അവൻ വളരട്ടെ, അവൾ സ്വപ്നങ്ങൾ പിന്തുടരട്ടെ, അവർക്ക് സമയം വേണമെങ്കിൽ സമയം കൊടുക്കാം. ഇവിടെ നിയന്ത്രണമില്ല, ഇവിടെ ഭയമില്ല, ഇവിടെ വിശ്വാസം മാത്രം. ഒരു കാര്യം ഓർക്കാം, നിനക്ക് തന്നെ സ്വയം ഒരു ചോദ്യം ചോദിക്കാം. അവൻ അല്ലെങ്കിൽ അവൾ ഇല്ലാത്തപ്പോൾ നിനക്ക് വേദന തോന്നുന്നത് അവരെ നഷ്ടപ്പെട്ടതുകൊണ്ടാണോ, അല്ലെങ്കിൽ നിനക്ക് ലഭിച്ചിരുന്ന ശ്രദ്ധയും പരിഗണനയും ഇല്ലാതായതുകൊണ്ടോ? നമ്മൾ പലപ്പോഴും ആളെയല്ല, അവരെ കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഭവമാണ് പിടിച്ചു നിർത്തുന്നത്. അത് മനസ്സിലായ നിന്റെ ജീവിതത്തിലെ പല ആശയക്കുഴപ്പങ്ങളും മാറും. പ്രണയവും ഭയവും പിടിച്ചു നിൽക്കുന്ന ബന്ധം അഥവാ അറ്റാച്ച്മെന്റ് ഭയത്തിലാണ്. യഥാർത്ഥ പ്രണയം സ്വാതന്ത്ര്യത്തിലാണ്. അറ്റാച്ച്മെന്റിൽ നിനക്ക് എല്ലായ്പ്പോഴും ആശങ്കയുണ്ടാകും. എന്തുകൊണ്ട് വിളിച്ചില്ല? എന്തുകൊണ്ട് സമയം കൊടുത്തില്ല? ഞാൻ അയാൾക്ക് പ്രധാനമല്ലേ? പക്ഷെ യഥാർത്ഥ പ്രണയത്തിൽ നിനക്ക് സമാധാനമുണ്ടാകും. നിനക്ക് എല്ലാം ശരിയാണോ? നിനക്ക് ഞാൻ എങ്ങനെയൊക്കെ പിന്തുണ നൽകണം? നിന്റെ സന്തോഷം എനിക്ക് പ്രധാനമാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ശക്തമായ വികാരങ്ങൾ, അത് എല്ലാം പ്രണയമല്ല. ഒരാളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നത്, അത് പലപ്പോഴും ഒരു ശൂന്യതയുടെ ഭയമാണ്. ആ ശൂന്യത ആദ്യം നിറക്കേണ്ടത് മറ്റൊരാളല്ല, നിങ്ങൾ തന്നെയാണ്. സ്വയം മനസ്സിലാക്കൂ, സ്വയം ശക്തരാകൂ. അപ്പോൾ വരുന്ന പ്രണയം പിടിച്ചു നിർത്താനുള്ളതല്ല, കൂടെ നടക്കാനുള്ളതായിരിക്കും. പ്രണയം ഒരാളെ സ്വന്തമാക്കുന്നതല്ല, പ്രണയം ഒരാളെ മാനിക്കുന്നതാണ്. പിടിച്ചു നിൽക്കുന്നത് ഭയത്തിൽ നിന്നാണ്, വിടാതെ കൂടെ നടക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. നിന്റെ ബന്ധം ഭയത്തിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതുപോലെയുള്ള നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആക്കുന്ന ഡെയിലി മെസ്സേജ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്.